ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് കറി വെക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 ടീസ്പൂൺ നമ്മുടെ ചിക്കൻ മസാലപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ഇതിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ സൂക്ഷിച്ച് നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. ഈ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 വലിയ സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. അത് ഈ ഒരു സമയത്ത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ തക്കാളിക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിന് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ട് ഒരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഒരു 3 മിനിറ്റത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടും. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മസാലപ്പൊടികളുടെയൊക്കെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന സവാളയും തക്കാളിക്കയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇത്രയും മതി, ഒരുപാടങ്ങ് വഴണ്ടി പോകണ്ട. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ മിക്സിയുടെ ജാർ കഴുകി നമുക്ക് അരപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. ഈ അരപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ വേഗം തന്നെ നമുക്കിതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ഇതിലേക്കൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് വേകുന്നതിന് കുറച്ച് വെള്ളം കൂടി ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കാൻ നോക്കുക. ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരുപാടൊന്നും വെന്തിട്ടില്ലെന്ന് തോന്നുന്നു, പകുതി വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റും കൂടി ചെറിയ തീയിലിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എങ്കിലും നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊന്നും നന്നായിട്ട് വെന്തിട്ടില്ല. ഉപ്പൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്, കുറവുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഇത് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടപ്പ് വീണ്ടും തുറന്ന് നോക്കി. നല്ലൊരു മണമാണ്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു കഷ്ണം എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ചിക്കൻ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്ത ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കസൂരി മേത്തി ചേർത്ത് കൊടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കസൂരി മേത്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും.
ഇനി നമുക്ക് ഒന്ന് അടച്ച് വെക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ലൊരു ചിക്കൻ കറിയുടെ മണമാണ് വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം. പക്ഷേ ചോറിനെ കാട്ടി ഏറ്റവും ബെറ്റർ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കറിയിൽ നിന്നും അല്പം ഡിഫറൻ്റായിട്ടാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. കാര്യം നമ്മൾ ആദ്യം തന്നെ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചിട്ടാണ് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്തിരുന്നത്. അപ്പോൾ ഡിഫറൻ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.